സാധാരണ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നൊരു സംഭവമാണ് മക്കൾ രാഷ്ട്രീയം അല്ലെങ്കിൽ ഫാമിലി പൊളിറ്റിക്സ്. താങ്കൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായിട്ട് സ്വന്തം നിലയിൽ കയറി വന്ന, സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. തൃത്താലയിൽ തന്നെയാണ് ജനിച്ചത് അല്ലേ? അതിനുശേഷം പഠനമൊക്കെ കഴിഞ്ഞ് അവന് പഠിത്തത്തിൻ്റെ സമയത്തൊക്കെ കുറേ കോളേജ് പഠിച്ചിട്ടുണ്ടല്ലേ, കുറേ കോഴ്സ് പഠിച്ചിട്ടുണ്ടല്ലേ. നിങ്ങൾ പഠിക്കാത്ത കോളേജ് വല്ലതും ഉണ്ടോ? അല്ലെ ഞാൻ കാര്യമായിട്ട് ചോദിക്കുന്ന, ഞാൻ ഇദ്ദേഹത്തെ പറ്റി വിക്കിപീഡിയ നോക്കുമ്പോഴത്തേക്കിന് ആ കോളേജ്, ഈ കോളേജ്, മറ്റേ കോളേജ്, മറിച്ച കോളേജ്, എത്ര കോളേജിൽ ഏതൊക്കെ കോഴ്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് പറയാമോ? ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ പഠിച്ച ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ഒരുപക്ഷെ ഞാൻ യുവജന രാഷ്ട്രീയത്തിലൂടെയൊക്കെ കടന്നു വന്ന് MLA ഒക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു കുറേ കൂടി ഒരു റയറിറ്റി ആയിരുന്നു തോന്നുന്നു. അപ്പം ഞാൻ 4 കോളേജിലാണ് പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ളത്. ആദ്യം ഒരു BSc ചെയ്തു. BSc ഏതായിരുന്നു? ബേസിക് കെമിസ്ട്രി. അപ്പം അതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്കൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അതിന് ശേഷം BTech ചെയ്തു. സാധാരണ BSc ചെയ്തതിന് ശേഷം BTech അധികം പോകാറില്ല. BTech ചെയ്തു. 7 കൊല്ലം. അതെ, തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അതിനുശേഷം പിന്നെ MBA ചെയ്തു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു. ഓക്കെ. പിന്നെ അതിനുശേഷം LLB ചെയ്തു, തൃശ്ശൂർ ലോ കോളേജിലായിരുന്നു. എൻ്റെ മൊത്തം അപ്പം മൊത്തം 12 വർഷമുണ്ട്. ഇതൊക്കെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി പഠിച്ചതാണോ അതോ ഇഷ്ടപ്രകാരം പഠിച്ചതാണോ? ഇഷ്ടപ്രകാരം തന്നെയാണ് പഠിച്ചത്. പക്ഷെ ഈ പറഞ്ഞ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ വിദ്യാർത്ഥി സംഘടന രംഗത്ത് എന്നോട് പറഞ്ഞു. ഞങ്ങൾ ഇദ്ദേഹം വരുന്നതിന് മുമ്പ് ഫാമിലിയായിട്ട് ഞങ്ങളിവിടെ ഒരു ഭയങ്കര ചർച്ചയുണ്ടായിരുന്നു. അന്നേരം നിങ്ങളുടെ കുടുംബക്കാരെല്ലാം എന്നോട് പറഞ്ഞു, പുള്ളി ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ജോലിക്കൊന്നും പോകാതെ ഫുൾ ടൈം രാഷ്ട്രീയവും പഠിത്തവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ MBA പഠിക്കുമ്പോഴാണ് ഞങ്ങൾ പിടിച്ച് കെട്ടിച്ചത്. അങ്ങനെ കുറെ കഥകളൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞു. MBA ഒക്കെ കഴിഞ്ഞതിന് ആ സമയത്താണ് ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചത്. ഞങ്ങൾക്ക് ജോലിക്ക് പോകാനൊക്കെ കുറെ പറഞ്ഞിരുന്നു. ഞാൻ LLB എടുത്തത് സാറിന് വീട്ടുകാർ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞു. അതൊക്കെ അവർ എത്രയും എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ MBA കഴിഞ്ഞ് അതിന് ശേഷം LLB കഴിഞ്ഞ് ഞാൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്ത് ഒരു വർഷത്തോളം പ്രാക്ടീസൊക്കെ ചെയ്ത് അങ്ങനെ തുടങ്ങുന്ന സമയത്താണ് മാരേജ് ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ആക്ച്വലി വല്ലാതെ പ്രാക്ടീസ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ MLA ആയി. അപ്പോൾ പിന്നെ എനിക്ക് ഓഫീസും ഒന്ന് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഫുൾ ടൈം പൊളിറ്റിക്സ് കുറച്ചും കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു. ഈ ഒരു ചെറിയ പ്രായത്തിൽ 2 തവണ MLA ആയി, 3 തവണ മത്സരിച്ചു. അതെ. അപ്പോൾ 4ാമത്തെ തവണ വീണ്ടും മത്സരിക്കാൻ പോകുന്നു. ഓക്കെ, ദാറ്റ്സ് ആൻ അച്ചീവ്മെന്റ് അല്ലേ? കോൺഗ്രസ് പോലെ വലിയൊരു പാർട്ടിയിൽ അതൊരു അച്ചീവ്മെന്റ് അല്ലേ? അച്ചീവ്മെന്റ് എന്നൊക്കെ ഉള്ള വാക്ക് രാഷ്ട്രീയത്തിൽ പറയാൻ പാടുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അതൊരു അവസരമാണ്. ഓക്കെ. ലൈക്ക് എൻ്റെ പ്രായത്തിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടിയ ആളുകൾ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ എന്നേക്കാൾ പ്രായം കുറവിലാണ് മറ്റു പലർക്കും അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനും അതോടൊപ്പം ഒരു ബാച്ച് ഓഫ് യങ്സ്റ്റേഴ്സ് ഒരുമിച്ചാണ് നിയമസഭയിൽ വരുന്നത് 2011. അന്ന് എന്നോടൊപ്പം ഷാഫി പറമ്പിൽ വന്ന്, അതുപോലെ തന്നെ ഹൈബി ഈഡൻ ഞങ്ങളുടെ ഒപ്പമായിരുന്നു. വിഷ്ണുനാഥ് എൻ്റെ മുൻപത്തെ അസംബ്ലിയിലുണ്ടായിരുന്നു. വിഷ്ണുനാഥ് ഞാനൊക്കെ ഒരേ ബാച്ചാണ് പൊളിറ്റിക്സിൽ. പ്രായം ഏതാണ്ട് സെയിം ആണ്. പക്ഷേ അദ്ദേഹം കുറച്ചുകൂടി നേരത്തെ ഇതേപോലെ 26-27 വയസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു 32 വയസ്സിലാണ് ആവുന്നത്. അപ്പോൾ ഞാൻ ആവുന്ന സമയത്ത് ഷാഫിക്കും ഹൈബിക്കൊക്കെ 26-27 അവരായിട്ടുള്ളൂ. ഞങ്ങളുടെ അടുത്ത ബാച്ചാണ് അവർ. ബട്ട് അങ്ങനെയുള്ള കുറച്ച് ആളുകളെ അപ്പോഴും ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്നേക്കാൾ അവസരം കിട്ടാത്ത നിരവധിയായിട്ടുള്ള, എന്നാൽ എന്നേക്കാൾ ഒരുപാട് സംഘടനാ രംഗത്ത് തുടക്കത്തിൽ നമ്മൾ വലിയ രീതിയിൽ പെട്ടെന്ന് തന്നെ കയറിപ്പോവും എന്ന് തോന്നിയ ആളുകളുണ്ട്. പക്ഷെ ഇപ്പം പലർക്കും അവസരം കിട്ടി വരുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ബാച്ചിൽപ്പെട്ട ആളുകളാണ്. ഇപ്പം മാത്യു കോഴിനാടൻ, അദ്ദേഹം കഴിഞ്ഞ തവണയാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് നിയമസഭാ സീറ്റ് കിട്ടിയത്. അദ്ദേഹം MLA ആയി എന്ന് മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ജനപ്രതിനിധിയും ഒരു സ്റ്റേറ്റ് ലെവൽ നേതാവായിട്ട് എമർജ് ചെയ്ത് വന്നല്ലോ കുറച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് മനോജ് മൂത്തേടൻ. ഇപ്പോൾ അദ്ദേഹം പെരുമ്പാവൂരിൽ മത്സരിക്കുകയാണ്. നേരത്തെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയി, ഇപ്പം പെരുമ്പാവൂരിൽ മത്സരിക്കുകയാണ്. അപ്പം അല്പം വൈകിട്ടാണെങ്കിലും പല ആളുകൾക്കും അവസരങ്ങൾ കിട്ടുന്നുണ്ട് കോൺഗ്രസിനകത്ത്. അപ്പോൾ അതൊരു നല്ല സന്തോഷമുള്ള കാര്യമാണ്. നമ്മളുടെ പിയേഴ്സ് ആയിട്ടുള്ള ആ ഒരു ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ പ്ലേസ്ഡ് ആവുന്നു എന്ന് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്.